ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശന ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാ, ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ചെഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അതിരുകളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയില്ല. നിന്റെ ദൈവ സത്യവനെ നിത്യം പരിപാലിക്കും. യഹോവയെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവയെ സഹായിപ്പാൻ വേഗം വരേണമേ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നപ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമ്മെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവത്തെ കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ നമ്മെ കയറ്റി കഴുകി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥന ദിവസം ഇരിക്കാം. പ്രിയ നെവൻ കടന്നു വന്ന് നമ്മോട് സംഘത്തിൽ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. So Psalms 40 is a beautiful testimony of God's faithfulness. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സാക്ഷ്യമാണ് സങ്കീർത്തനം 40. David takes us on a journey from waiting on God to being rescued to learning obedience and finally resting in humility. പ്രിയമുള്ളവരെ, ദൈവത്തെ കാത്തിരിക്കുന്നതിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നതും അവസാനം അവനാൽ വിടുവിക്കപ്പെടുന്നതുമായ ഒരു യാത്രയെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ കൂടി നമ്മെ കാണിക്കുന്നു. We could take this Psalms as not just history of what happened in the past, but also as a guide for us today. പ്രിയമുള്ളവരെ, പണ്ടുകാലങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന ഒരു ചരിത്രത്തെക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനം എങ്ങനെ അവൻ പ്രാവർത്തികമാകാം എന്ന് നമുക്ക് ചിന്തിക്കാം. So we will go through verse by verse to see what lessons we can apply to our daily lives now. ഈ സങ്കീർത്തനത്തിൽ ഓരോ വാക്യത്തിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് എങ്ങനെ ആ വാക്യങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താമെന്ന് ചിന്തിക്കാം. We'll start with verse 1. ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. I waited patiently for the Lord. He turned to me and heard my cry. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. Waiting is one of the hardest parts of faith. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ ഏറ്റവും കട്ടിയുള്ളൊരു ഭാഗമാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചൊരു വിഷയത്തെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോട് ഇപ്പം നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ നടക്കും, കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള, എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്. We live in a world of fast food, instant answers, and same-day delivery. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡിന്റെ, പെട്ടെന്ന് കാര്യം സാധിക്കുന്നതിന്റെ ഒരു ലോകമാണ്. പെട്ടെന്ന് ചെന്നാൽ ഉടനെ ഫുഡ് കിട്ടണം, പെട്ടെന്ന് ഡെലിവറി ചെയ്യണം. അങ്ങനെ ഫാസ്റ്റ് ഫുഡിന്റെ പെട്ടെന്ന് പോകുന്ന ദ്രുതഗതിയുള്ള ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. But God's timing doesn't always match ours. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.
ദൈവത്തിന്റെ സമയവും നമ്മുടെ സമയം തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യത്തില്ല. നമുക്ക് ഇപ്പൊ കിട്ടണം, ഇപ്പൊ സംഭവിക്കണം, ഇപ്പൊ അതിന് ഞാൻ ദൈവത്തെ സേവിക്കണം. അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അവനൊരു സമയമുണ്ട്. അവന്റെ സമയത്തിന് മുമ്പും പിമ്പും അവൻ പ്രവർത്തിക്കത്തില്ല. അവനെ കാത്തിരിക്കാൻ ഞാൻ നിങ്ങളും പഠിക്കണം. Waiting isn't wasted time. It's preparation. ഇന്ന് പകൽക്കാലം ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് സമയം കളയുന്നതല്ല, നിന്നെ ഒരുക്കുക. ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുന്നെങ്കിൽ എവിടെയോ നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സ്റ്റാൻഡേർഡിനോട് അലൈൻഡ് ആയിട്ട് വരാനുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് കണ്ടുണർന്ന് നീ അലൈൻഡ് ആക്കുമ്പോൾ വിടുതൽ വെളിപ്പെടേണ്ടത് തക്ക സമയത്ത് വെളിപ്പെടും. അപ്പൊ ഒന്ന് ചോദിക്കണം, കർത്താവെ ഒന്ന് ജീവിതത്തെ അവലോകനം ചെയ്യണം. എവിടെയാ കർത്താവെ ഞാൻ നിന്നെ ശ്രദ്ധിക്കേണ്ടത്? എവിടെയാണ് ഞാൻ നിന്നെ മറന്ന് എന്റെ സ്വന്തം ബുദ്ധി കൂടുന്നത്? അത് ഒന്ന് അലൈനാക്കാൻ എനിക്ക് മറുപടി വേണം. പക്ഷെ എന്റെ സമയത്ത് ഞാൻ ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അതിനെ പ്രിപ്പയർ ചെയ്യാന്ന് എനിക്കറിയാം. പക്ഷെ പ്രിപ്പയർഡ് ആകണമെങ്കിൽ നിന്റെ ഇഷ്ടം എനിക്കൊന്ന് അറിയണം. അതിനാ വചനം എന്നെ സഹായിക്കുന്നത്. ഞാൻ എവിടെയാ തിരുത്തേണ്ടത്? ഞാൻ എവിടെയാ വരേണ്ടത്? എന്നെ ഒന്ന് ഒരുക്കാൻ ഇന്ന് പകൽ എത്ര പേര് ഏൽപ്പിക്കാൻ തയ്യാറാകും? നീ ഒരുങ്ങുമ്പോൾ ഓർത്തോണം, നിന്റെ കാത്തിരുത്തി തീരും. നീ ഒരുങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടും, നിന്നെ വാഗ്ദത്ത നാട്ടിലെത്തിക്കുകയും ചെയ്യും. If we look at Isaiah 40 verse 31, നിങ്ങൾ യെശയ്യാപ്രവചനം 40:31 വാക്യം നിങ്ങൾ നോക്കിയാൽ it says, "Those who wait upon the Lord shall renew their strength." ആമേൻ. അവിടെ പറയും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നോക്കണ, കാത്തിരിപ്പ് നിന്റെ ശക്തിയെ പുതുക്കുന്ന ഒരു പ്രക്രിയയാണ്. They shall mount up with wings like eagles. അവർ കഴുകന്മാരെ പോലെ ചെയ്യും. ഒപ്പം നീ വിചാരിക്കും നീ കാത്തിരിപ്പ്, നീ ഫെഡപ്പാ, അപ്പൊ ഇപ്പൊ വെളിപ്പെടുന്നില്ല, നോക്കിയിട്ട് മറുപടി കാണുന്നില്ല. ഓരോ ദിവസവും നീ നിരാശപ്പെടുക. കുഞ്ഞെ, നിരാശപ്പെടാൻ നീ ദൈവത്തെ കാത്തിരിക്കുമ്പോ പറയാ ശക്തിയെ പുതുക്കും. ചുമ്മാ അവിടെ സ്റ്റാഗ്നന്റ് ആകത്തില്ല, നീ ഉയരും. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച, നീ ഉയരും. ഇന്ന് പകൽക്കാലം ഒന്ന് വാല്യുവേറ്റ് ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയം മറിച്ച് നിന്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ ഏൽപ്പിക്കുക. കാരണം കടികന്മാരെ പോലെ ചിറകടിച്ച് കയറും. അടുത്തത്, waiting builds our strength, but also our character. ഒരു കാര്യം ഓർക്കണം, കർത്താവിന് വേണ്ടി ഒരു വിഷയം വെച്ചിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ അത് നമ്മുടെ ശക്തിയെ കൂട്ടും, നമ്മുടെ ബലത്തെ കൂട്ടും. അത് വ്യവസ്ഥ പ്രകാരം നിൽക്കുകയാണെങ്കിൽ. 2, ശക്തിയെ കൂട്ടുക മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തെ, ക്യാരക്ടറിനെ മാറ്റും. എടുപിടിക്കുന്നുള്ള ആ സ്വഭാവം, ആ മൂർഖ സ്വഭാവമൊക്കെ ഒന്ന് മാറും. എന്നിട്ട് കാത്തിരിക്കാൻ ക്ഷമ നമ്മെ കർത്താവ് പഠിപ്പിക്കും. അപ്പോൾ ഓർത്തോണം, എപ്പോഴും നിന്നെ ഒരുക്കുമ്പോൾ നിന്റെ ശക്തിയെ പുതുക്കാൻ, നിന്റെ ക്യാരക്ടറെ മാറ്റാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ് കാത്തിരിപ്പ്. Some of the greatest blessings in our life come after seasons of waiting. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില വലിയ നന്മകളൊക്കെ കാലങ്ങൾ കാത്തിരുന്ന ശേഷം നമുക്ക് ലഭിക്കുന്നവയാണ്. പക്ഷെ ആ കാലങ്ങൾ കാത്തിരിക്കുമ്പോൾ പ്രിപ്പറേഷൻ, പറഞ്ഞു കേട്ടു, പ്രിപ്പറേഷൻ. നീ ഒരുങ്ങണം. നീ ഒരുങ്ങിയില്ലേ കാത്തിരിപ്പ് ദൈർഘ്യമാകും. ചിലപ്പോൾ നീ അവിടെ കയറിയില്ലെന്ന് പോലും ഇരിക്കും. സ്തോത്രം ചെയ്യുന്നു. കാലങ്ങൾ ദീർഘമാകാതിരിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ അലൈൻഡ് ആക്കണം. വചനം കേട്ടിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അലൈൻഡ് ആക്കുമ്പോൾ ഇൻസ്റ്റന്റിൽ ദൈവത്തിന് വിടുതൽ വെളിപ്പെടും. സ്തോത്രം. അതുകൊണ്ട് കാത്തിരുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും മധുരമാണ്. വളരെ കാലം കാത്തിരുന്ന് കിട്ടുന്ന ഫലങ്ങൾ വളരെ മനോഹരമായിരിക്കുന്ന പോലെ നീ കാത്തിരുന്ന് ചില മറുപടികൾ കിട്ടുന്നത് ഏറ്റവും മേൽത്തരമായിരിക്കും. Maybe you're waiting for a job, healing, or any kind of direction. ഇന്ന് പകൽക്കാലം ഒരു വേള നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കായിരിക്കാം. ഒരു നടത്തത്തിന് വേണ്ടി, പോകേണ്ടുന്ന വഴി കാണാൻ വേണ്ടി സ്വന്തം ചെയ്യുന്നു. ഒരു കർത്താവിന്റെ വിടുതലിന് വേണ്ടി നീ നാളുകളായി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. But in those moments, God will stretch your faith. ആ അവസരങ്ങളിൽ ദൈവം നിന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുക, അതിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കാരണം നീ ശക്തി പ്രാപിപ്പാൻ, നീ ബലം പ്രാപിപ്പാൻ, ഷാലോ ക്രിസ്ത്യൻ ആകാതിരിപ്പാൻ, നീ അനുഭവ സമ്പത്തിൽ കൂടി കർത്താവിന്റെ വഴികളിലേക്ക് വരാൻ, എന്നിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നിന്റെ വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യുന്ന അവസരങ്ങളാണവ. Why do you think God makes us wait sometimes? Why do you think God makes us wait sometimes? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ദൈവം എന്നെ നിങ്ങളെ കാത്തിരിക്കുമാറാക്കുന്നത്? Because waiting grows our faith. It keeps us humble and helps us depend on Him instead of ourselves. കാരണം ഈ കാത്തിരിപ്പ് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഈ കാത്തിരിപ്പ് സ്വന്തം ചെയ്യും, നിന്നെ ക്ഷമ, താഴ്മ പഠിപ്പിക്കും, നിന്നെ ഹമ്പിൾ ചെയ്യാൻ. നിന്റെ എടുത്തടിച്ച സ്വഭാവം ഉണ്ടല്ലോ, ആരെയും കെയർ ചെയ്യാത്ത, ആരെയും അത് ഒന്ന് താഴ്ത്തി. മോശയ്ക്ക് കാത്തിരിപ്പ് കൊടുത്ത് അവനെ ഹമ്പിളാക്കിയതുപോലെ നിന്നെ ഒന്ന് താഴ്ത്താൻ, താഴ്മ പഠിപ്പിക്കാൻ ഉപയോഗിക്കും. അടുത്തത്, ദൈവത്തിന്റെ കരത്തിൽ എല്ലാത്തിനും ആശ്രയിപ്പാൻ.
മനുഷ്യന്റെ പുറകെയോ വിടുതലുണ്ട് ഇവിടെ അവിടെ എല്ലാം ഓടുന്നതിന്റെ പരിപാടി നിർത്തിയിട്ട് കർത്താവെ നീ മാത്രം മറുപടി എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് മാത്രം നോക്കാൻ. പലപ്പോഴും ഇന്ന് നീ വിടുതൽ കാണുന്നത് നിന്റെ കൂട്ടുകാരിലോ നിന്റെ സഭയിലെ പാസ്റ്ററിലോ അതൊന്നും അല്ല നിന്റെ വിടുതലിന്. നിന്റെ വിടുതൽ ദൈവം മാത്രമാണ്. അവനെ കാത്തിരിക്കാൻ. ഹല്ലേലൂയ. ആരും കൂടില്ലേലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും അവന്റെ ആ വാക്കുകൾക്ക് അവന്റെ ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാൻ തന്നെ പ്രാപ്തനാകും. Let's go to verse 2. അവൻ രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകാൻ പ്രിയമുള്ളവരെ. He lifted me out of the slimy pit, out of the mud and mire. He set my feet on a rock and gave me a firm place to stand. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. David describes life without God as being in a pit. പ്രിയമുള്ളവരെ, ദാവീദ് വർണ്ണിക്കുന്ന അവന്റെ ജീവിത വർണ്ണന കേൾക്കണമേ. ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നാശകരമായ കുഴി കിടക്കുന്നത് പോലെയാണ്. A pit that is stuck, sinking and unable to move. ആ കുഴിയുടെ പ്രത്യേകത അവിടെ ഊരി പോകാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി സ്റ്റക്കാ. അത് കുഴഞ്ഞു മറിഞ്ഞുക, താണു പോകുന്നത്. ഓരോ നിമിഷവും ഒരു കാൽ ചവിട്ടി പൊക്കുമ്പോ വീണ്ടും താഴുക, അടുത്ത കാൽ ചവിട്ടി പൊങ്ങാനാണ് നോക്കുന്ന, പക്ഷെ വീണ്ടും വീണ്ടും തന്നെ താഴ്ത്തുന്ന കുഴിയാണത്. But God doesn't just pull us out. He gives us a solid ground. ആമേൻ. ചുമ്മാ ദൈവം നിലവിളി കെട്ടിനെ വലിച്ചു വെളിയെടുക്കത്തില്ല. കാരണം താഴാതെ പോകണമെങ്കിൽ നിനക്കൊരു ഉറപ്പുള്ള അടിസ്ഥാനം വേണം, ഒരു പാറ വേണം. നിൽക്കാൻ ഉറപ്പുള്ള ഒരു പാറയില്ലാതെ നിന്നെ അതിനകത്ത് വിടുവിച്ചാലും വീണ്ടും നീ കുഴി വീഴും. അതുകൊണ്ട് നിന്നെ വെറുതെ ദൈവം വലിച്ചെടുത്ത് ചുമ്മാ നിർത്തത്തില്ല. നിനക്ക് ഉറച്ചു നിൽക്കാൻ ഒരു സോളിഡ് ഗ്രൗണ്ട്, ഉറപ്പുള്ള ഒരു സ്ഥലം നിനക്ക് തരും. നിന്നെ ഉറപ്പുള്ള ഒരു പാറ എത്തും. ദൈവം വിടുവിച്ചാൽ പ്രത്യേകത. ലോക മനുഷ്യൻ വിടുവിച്ചാൽ മരിച്ചിങ്ങനെ എടുത്തിട്ടും അധികം നിലപ്പുറം ഒന്നും പോകത്തില്ല. എന്നാൽ ദൈവം നിന്നെ വിടുവിച്ചാല് നിന്നെ കഴുകി വെണ്മയാക്കി ഉറപ്പുള്ള വീണ്ടും നീ താഴാതിരിക്കത്തക്കവണ്ണം ഒരു അടിസ്ഥാനത്തിന്മേൽ അവൻ തന്നെ നിർത്തും. Could someone read Psalms 18 verses 2? 18 സങ്കീർത്തനം 2 വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദം എടുത്തൊന്ന് വായിക്കാമോ? Psalm 18 18ന്റെ 2ാമത്തെ വാക്യം. The Lord is my rock and my fortress and my deliverer, the God my rock in whom I take refuge. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയും ആയ കൊമ്പും എന്റെ ഗോപുരവുമാണ്. For us, pits may look like anxiety, addiction, depression, broken relationships, or even a poor decision we regret. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കുഴികൾ ജീവിതത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ആവലാതികളാകാം, ആങ്സൈറ്റികളാകാം, ഒരുപക്ഷെ നിരാശയാകാം, കുടുംബജീവിതത്തിലെ നൈരാശ്യങ്ങളാകാം, കടഭാരങ്ങളാകാം, വഴിയടഞ്ഞു പോയ അവസ്ഥകളാകാം, എഴുകതിയില്ലാത്തൊരു നന്മ ഉയർച്ചയില്ലാത്ത അവസ്ഥകളാകാം, വിടുതൽ കിട്ടാത്ത വലിയ ഭാരങ്ങളും വിഷമങ്ങളുമാകാം. നീ പ്രാർത്ഥിക്കുന്ന പോലെ തലമുറകൾ ഉയർന്നു വരാത്ത വിഷമങ്ങളാകാം, അല്ലെ ഭാര്യയോ ഭർത്താവോ നീ ആഗ്രഹിക്കുന്ന പോലെ ആകാത്ത അവസ്ഥകളാകാം. എന്താണെങ്കിലും, ഏത് കുഴിയാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും കർത്താവിന്റെ അടുക്കലേക്ക് വന്നാല്, കർത്താവിനെ കൂടാതെയുള്ള ജീവിതമൊക്കെ അങ്ങനെയാവില്ല. കർത്താവിനോട് കൂടെ വന്നു കഴിഞ്ഞാല് ആ കുഴിക്കകത്ത് നിന്നെ കയറ്റുക മാത്രമല്ല, നിനക്കൊരു നല്ല ഉറപ്പുള്ള അടിസ്ഥാനം. വീണ്ടും നീ മുങ്ങിപ്പോകാതിരിക്കാൻ, വീണ്ടും നീ മദ്യപാനിയാകാതിരിക്കാൻ, വീണ്ടും നീ നശിച്ചു പോകാതിരിക്കാൻ, വീണ്ടും നീ മുടിഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം നിനക്കൊരു സോളിഡ് ഗ്രൗണ്ട് തരുന്ന ദൈവം. But when God rescues us, He doesn't just clean us up. He saves us and gives us a footing, direction, and peace. പ്രിയമുള്ളവരെ, അവൻ നമ്മെ വിടുവിക്കുമ്പോൾ പ്രതാപം നമ്മെ ഉയർത്തുക മാത്രമല്ല, അവൻ നമ്മെ ക്ലീനാക്കി വെടിപ്പാക്കി നിൽക്കാൻ നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ തന്ന് നമ്മുടെ ഭാവിയെ അത് സുഗമമാക്കി നന്മയാക്കി നമ്മുടെ ദൈവം മാറ്റുന്നവനാണ്. ഹല്ലേലൂയ. Okay, next we'll go to verse 3. മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കാൻ Verses 9 to 10. 9 മുതൽ 10 വരെ, മൂന്നാം വാക്യവും 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. He put a new song in my mouth, a hymn of praise to our God. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. Many will see and fear the Lord and put their trust in Him. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. 9:10. When God changes our lives, it shows. Amen. And David says in his testimony, will lead others to trust in God. ആമേൻ. ദൈവം എനിക്ക് നിങ്ങൾക്കൊരു വിടുതൽ തരുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് പറഞ്ഞാലേ പറ്റുള്ളൂ. വായിൽ പുതിയൊരു പാട്ടാ, പുതിയ പാട്ട് പാടണം. ദൈവം വിടുതൽ തന്നെ എഴുന്നേറ്റ് പാടണം, പറയണം. ഗുണമെന്താ ചോദിച്ചാൽ, നീ എഴുന്നേറ്റ് ദൈവം തന്നെ വിടുവിച്ച് എഴുന്നേറ്റ് പറയുമ്പോൾ ആരാധനയ്ക്കൊരു സാക്ഷിയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നിനക്ക് തന്ന അവസ്ഥകളിൽ നീ എഴുന്നേറ്റ് പറയുമ്പോൾ ആ പാട്ട് ഒരാൾ കേട്ടിട്ട് ആ പുള്ളി എഴുന്നേറ്റ് പാടാനിടയാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ എന്ത് ചെയ്യും, ഉളവാക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവൻ സ്വന്തം ഈ സകത്തക്കാർ പറയും, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, ദൈവം വിടുവിച്ചെന്റെ പാട്ട്. ഞാൻ എഴുന്നേറ്റ് പാടുമ്പോൾ
പലരും അത് കേട്ട് അത് കണ്ട് ഭയപ്പെട്ടിട്ട് അവരും അവരുടെ ആശ്രയം ആരിൽ വെക്കാൻ ഇടയാകും? ദൈവത്തിൽ വെക്കാൻ ഇടയാകും. Revelations 12 verses 11 says, വെളിപ്പാട് പുസ്തകം 12:7 പറയുന്നു. believers overcome by the blood of the Lamb and the word of their testimony. കാണാം, ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ കുറിച്ച് വെച്ച് വാക്യം ശ്രദ്ധിക്കണം. അവർ കുഞ്ഞാട്ടിന്റെ രക്തത്താലും സാക്ഷി വചനത്താൽ ആരെ ജയിച്ചു? നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയാം, പ്രസംഗിച്ചില്ലേ? ഞാൻ പ്രസംഗിച്ചല്ലേ സാരയില്ല. ഇവിടെ എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിന് ആരാധന കൊടുക്കാനുണ്ട്. നീ എഴുന്നേറ്റ് കഴിഞ്ഞാഴ്ച നിരാശകളുടെ അടിത്തട്ടില് പ്രത്യാശ നിന്ന് നിന്നെ നടത്തിയെങ്കിൽ കഴിഞ്ഞാഴ്ച വേദനകളുടെ മധ്യത്തിലാണേലും എന്റെ ദൈവം എനിക്ക് കൂട്ടായ്മ തന്നു, എന്റെ ദൈവം എനിക്ക് വചനം തന്നു, എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ അവൻ ഒരു പിശാചിന്റെ മുഖത്ത് നോക്കിയൊരു പഞ്ച. നീ ആരാധനയ്ക്ക് വരുമ്പോൾ മഹത്വം കൊടുക്കുകയും നീ ആ വചനം എടുത്ത് പറയുകയും ചെയ്യുമ്പോൾ ഇന്ന് കേട്ടല്ലോ, അവൻ സ്വന്തം ചെയ്യുന്നു. പിശാചിനെ ജയിക്കാൻ ഒരു മുഖാന്തരമാ വായിലെ പുതിയ പാട്ട്. നീ എഴുന്നേറ്റ് ആരാധനയ്ക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഈ ആരാധന ചടങ്ങ് കണ്ടിട്ട് പോകണ്ട. അതിനല്ല ആരാധന. ആരാധന അങ്ങ് കൊടുക്കാനാ. നീ കൊടുക്കുമ്പോൾ അവൻ സ്വന്തം ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിന്റെ മേലേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീരും. Your song, your testimony, and your story of God's faithfulness, whether it be big or small, has power. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിന്റെ സങ്കീർത്തനമോ നിന്റെ പാട്ടോ നിന്റെ സാക്ഷ്യമോ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ഒരു പ്രസ്താവനയോ അതിന് വലിയ ഘനമുണ്ടെന്ന് മനസ്സിലാക്കണം. അതിന് വലിയ വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ബൈബിൾ പറയും, ആദരാർപ്പണമാകുന്ന കാളുകൾ, സ്തോത്രമാകുന്ന സ്തുതിയാകുന്ന കർത്താവിനെ, അതിന് വലിയ വെയിറ്റ് ഉണ്ട്. അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിശാച് വളരെ ഹീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിശാചിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ വരുമ്പോൾ, എപ്പോഴും ഭക്തർക്ക് വിശ്വാസികൾക്ക് ആരാധിപ്പാൻ അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ അജണ്ട ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ പ്രസംഗിച്ചു പോയാലേ കർത്താവേ പരിശുദ്ധാത്മാ ഏറ്റെടുക്കാനേ നമ്മൾ പറയത്തുള്ളൂ. സമയത്ത് നിർത്താൻ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. അവൻ ഓർത്തോണം, ദൈവത്തിന് നമ്മൾ കൊടുക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. Sometimes we think my story isn't dramatic enough. ചിലർ ചിന്തിക്കുമ്പോ ഇന്നും ഇന്നലെ എല്ലാം സെയിമാ, ഞാൻ എന്തോ എഴുന്നേറ്റ് പറയാനാ. നിങ്ങൾക്ക് തെറ്റി. ചിലപ്പോൾ ഇന്നും ഇന്നലെ എന്നും ഒന്നായിരിക്കാം നിന്റേത്. പക്ഷെ നീ എഴുന്നേറ്റ് പറയുമ്പോൾ ചിലത് കണ്ടിട്ട് ഇന്നലെ ഇന്നും ഒന്നായ മനുഷ്യൻ ഒരു ലക്ഷ്യം കൂടാതെ എഴുന്നേറ്റ് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൂടാ? ഒരുപക്ഷെ ഫേസ്ബുക്ക് ലൈവ് വഴിയായിട്ട് കാണുന്ന ഒരുവനോ ഇല്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തിയോ അത് കേട്ടിട്ട് അയ്യോ അവൻ ഈ നിരാശയുടെ മധ്യത്തിൽ ദൈവത്തെ പുകഴ്ത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ച് അവരും ചാടി എഴുന്നേറ്റ് ഉത്സാഹം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയിരുന്നു. But the truth is, even sharing how God gave you peace in a stressful week can inspire someone else. പ്രിയമുള്ളവരെ, വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരാഴ്ചയിൽ എങ്ങനെ ദൈവം നിന്നെ ആശ്വസിപ്പിച്ചു, നിനക്ക് എങ്ങനെ സമാധാനം തന്നു, ഒത്തിരി നീ സ്ട്രെസ്ഡ് ആയി നടത്ത ദൈവം എങ്ങനെ അവൻ ബലപ്പെടുത്തി, അല്ലെങ്കിൽ നീ ആരാധനയ്ക്ക് ഒരിക്കലും വരത്തില്ല, എങ്ങനെ നിന്നെ ആരാധനയ്ക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വിടുതല. പിശാചിന്റെ മുഖത്ത് നോക്കി വിധിയ. ഇന്ന് പകൽക്കാലം എത്ര തളർന്നു വരുന്നവരും ദൈവസഭയിൽ പുകഴ്ത്തുവാൻ സ്തുതിക്കുവാൻ ധാരാളമുണ്ട്. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിട്ട് വരുന്നവനാകാം, പക്ഷെ അന്നേരവും ദൈവസഭയിൽ കൊണ്ടുവന്ന സ്നേഹം ഓർക്കുമ്പോൾ അവന് സ്തുതിക്കാൻ ആരാധിപ്പാൻ ധാരാളമുണ്ട്. There are many ways we could share our testimonies, our songs, our stories to people outside of church. പ്രിയമുള്ളവരെ, അതുപോലെ സഭയ്ക്കുള്ളിൽ മാത്രമല്ല പുറത്തും നിന്റെ സാക്ഷ്യങ്ങള്, നിന്റെ സങ്കീർത്തനങ്ങള്, നിന്റെ പ്രബോധനങ്ങള് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ അനവധി വഴികളുണ്ട്. പ്രിയമുള്ളവരെ, We can tell a friend how prayer helped us. നീ ജോലിക്ക് പോകുമ്പോൾ ഒരു സാക്ഷ്യം, ഒരു കഥ പറയുന്നു, കൂട്ടുകാരന് പറയാം, ഞാൻ വളരെ നിരാശയോടെ പോയി, പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം കിട്ടി. എന്റെ പ്രാർത്ഥനയെ കുറിച്ച് കൂട്ടുകാരോട് പറയാൻ പറ്റും. Or you could encourage someone going through what you've been through. നീ കടന്നു പോകുന്ന പോലെ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ആളെ പറയുമ്പോൾ സാരമില്ല കേട്ടോ, ഞാനും അതുപോലെ പ്രശ്നത്തിൽ കൂടെ പോയതാ, എന്റെ ദൈവം എന്നെ ആശ്വസിപ്പിച്ച ആ യേശുവിന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവരോട് നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഹല്ലേലൂയ. In this way, we could be a light to others. പ്രിയമുള്ളവരെ, അങ്ങനെ മറ്റുള്ളവർക്ക് എനിക്കും നിങ്ങൾക്കും ഒരു വെളിച്ചമായി തീരുവാൻ കഴിയും. We'll continue with verse 6 and 8. പ്രിയമുള്ളവരെ, 6 സ്വന്തം ചെയ്യുന്നിട്ടും മുമ്പ് വായിച്ചപ്പോൾ പ്രിയ പൈതല് മറ്റു 2 വാക്യങ്ങളോട് വായിക്കാൻ പറഞ്ഞു. 9ാമത്തെ വാക്യം, ഞാൻ മഹാസഭയിൽ എന്ത് ചെയ്തു? നീതിയെ പ്രസംഗിച്ചു, അതിനങ്ങളെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അടക്കിയിട്ടില്ല. സോ ദൈവം മഹാസഭയിലേക്ക് നീ വരുമ്പോൾ
ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവം നടത്തിയതിനെ കുറിച്ച് നീ പ്രസംഗിക്കണം, നീ പറയണം. ആരാധന വരുമ്പോൾ യു ഹാവ് ടു ലിസ്റ്റ് അബൌട്ട് ഇറ്റ്, യു ഹാവ് ടു മെൻഷൻ അബൌട്ട് ഇറ്റ്. അവൻ സ്വന്തം അടുത്തത് അവൻ ഞാൻ നീതി എന്റെ ഹൃദയത്തിൽ 10ാമത്തെ വാക്യം മറച്ചു വെച്ചില്ല. വന്ന് മിണ്ടാതെ ആരാധന ഇരിക്കുമ്പോൾ നീ മറച്ചു വെക്കുക ദൈവത്തിന്റെ നീതിയെ. അവൻ സ്വന്തം ഹൃദയത്തില് മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസിനെ കുറിച്ച് പറയുന്നത് സാക്ഷ്യം എന്ന് പറയുമ്പോൾ വിശ്വസ്തതയും അവൻ ഞാൻ എന്ത് ചെയ്തു, അവൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചില്ല. ഓർക്കണം, നീ ആരാധനയ്ക്ക് വരുമ്പോൾ മിണ്ടാതെ വന്നിട്ട് പോവുകയാണെങ്കിൽ അവൻ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ദയ, ദൈവം നിനക്ക് വേണ്ടി ചെയ്ത വിശ്വസ്തത നീ മറച്ചു വെച്ചിട്ട് നന്ദിയില്ലാത്ത ഹൃദയത്തോടെ മടങ്ങി പോകുകയല്ലേ ചെയ്യുന്നത്. പരിശുദ്ധന്ന് പറയാൻ ആ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് ഒരുത്തം മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ പോലെ അല്ലേ ആരാധനയ്ക്ക് വന്നിട്ട് ദൈവത്തെ ഒരു വാക്ക്. കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തം എത്ര വചനങ്ങൾ ദൈവം നിനക്ക് തന്നു, ഒറ്റ വചനം വന്നിട്ട് ഒരു സ്തോത്രം ചെയ്യാതെ പോയാല് അതെന്തൊരു അവിശ്വസ്തതയാ പ്രിയമുള്ളവരെ. അപ്പൊ വിശ്വസ്തത സഭയ്ക്ക് മറച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ്. മോൻ പറഞ്ഞുകൊണ്ട് ആ വാക്യങ്ങൾ ഒന്ന് ചൂണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി 6-8 വാക്യങ്ങളിലേക്ക് പോകാം. 6-8 വാക്യങ്ങൾ. Sacrifice and offering you did not desire, but my ears you have opened. Amen. Burnt offerings and sin offerings you did not require. Amen. Then I said, Here I am, I have come, it is written about me in the scroll. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെടികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. I desire to do your will, my God. Your law is within my heart. നിന്റെ ഇഷ്ടം ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം, നിന്റെ വചനം എന്റെ ഉള്ളത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. David reminds us that God cares more about obedience than empty rituals. പ്രിയമുള്ളവരെ, ദാവീദ് ശക്തമായി പറയുക, ചടങ്ങുകളെക്കാൾ ഹനനയാഗം, ഹോമയാഗം, റിച്വല എല്ലാ ദിവസവും ചെയ്യണം ചടങ്ങല്ലോ അങ്ങനെ പറയുന്നുണ്ട്. വന്ന് ജനങ്ങൾ ഇങ്ങനെ ആടിനെ മാറി ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. ചടങ്ങുകളെ ദൈവത്തിന് ഇഷ്ടമല്ല. റിച്വലിസ്റ്റിക് വർഷിപ്പ് ഗോഡ് ഹേറ്റ് ചെയ്യുന്നു. റിയലിസ്റ്റിക് വർഷിപ്പ് അവന് വേണ്ടത്. അവൻ യഥാർത്ഥമായ ആരാധന, നിന്നെ തന്നെ പോറൗട്ട് ചെയ്യുന്ന ഒരു ആരാധനയാ അവൻ വേണ്ടത്. അവൻ ഇവിടെ പറയുന്നു, ദാവീദ് പറയുക, അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം അവൻ ചടങ്ങിന്റെ ആരാധനയല്ല, അവൻ ക്രമമായി നടക്കുന്ന ഹനനയാകവും ഭോജനയാകവുമല്ല. അവൻ Hosea 6 verses 6 says, I desire mercy, not sacrifice, and Amen. acknowledgement of God rather than burnt offerings. അവിടെ അവൻ ഹോശേയ പ്രവചനം 6:6 അവൻ പറയുന്നു, ഹനനയാഗം ഞാൻ ഇച്ഛിച്ചില്ല. അവൻ ഹനനയാഗത്തിൽ എനിക്ക് പ്രസാദവുമില്ല. പിന്നെ കരുണയിലും ദയയിലും അത്രേ ഞാൻ പ്രസാദിക്കുന്നതെന്ന് ശക്തമായ ഓശയിൽ കൂടി ദൈവത്തിന്റെ വചനം പറയുക. അവൻ സ്വന്തം ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ പയസ്നെസ് അല്ല അവിടെ ആവശ്യം, നിന്റെ ആ അനുഭൂതി ഒന്നുമല്ല ആവശ്യം. നീ വരുമ്പോൾ റിയലായിട്ട് ദൈവത്തെ ആരാധിക്കണം. നീ അതരങ്ങളെ തുറന്ന് ദൈവം ചെയ്യുന്നതിനെ പറയണം. നീ ആരാധിക്കുമ്പോൾ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് പണ്ടത്തെ ആരാധനയല്ല. നാം വന്നിരുന്ന ആരാധന കണ്ടിട്ട് പോകാൻ വന്നതല്ല, അവനെ ആരാധിപ്പാൻ വന്നതാ. കൊടുക്കാൻ വല്ലതും വേണം. We sometimes show up to church singing songs and checking off the religious box is enough. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ചിന്ത ഞായറാഴ്ച ആരാധന മുടക്കല്ലേ, ഞായറാഴ്ച ആരാധന ചെയ്യുന്നത് അവൻ ആത്മീയ ഗാനങ്ങളൊക്കെ പാടണം, ഒരു സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം, പ്രസംഗം കേൾക്കണം, സ്തോത്രാഴ്ചണം, പോകണം, ചെക്ക് ചെയ്ത് അവൻ റിലീജിയസ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല ആരാധന എന്ന് പറയുന്നത്. But God is after our own hearts. ഇന്ന് പകൽക്കാലം ദൈവം നോക്കും നമ്മുടെ ഹൃദയം. ഇന്ന് പകൽക്കാലം വചനം വരുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കണം, കർത്താവ് നോക്കും നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദമാണ്. അവൻ ഹൃദയത്തിൽ എങ്ങനെ അവൻ വന്നിരുന്ന ആൾക്കൂട്ടമോ എത്ര പേരുണ്ടോ അതൊന്നും അല്ല വിഷയം. നാമും നമ്മുടെ ഹൃദയവും ദൈവമായിട്ടുള്ള ബന്ധം, ആ ഹൃദയത്തെ നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. True worship is living in obedience in Him. പ്രിയമുള്ളവരെ, അവനിലുള്ള അനുസരണത്തിൽ ജീവിക്കുന്നതാണ് അവൻ യഥാർത്ഥമായ അനുസരണമല്ലേ ആരാധന എന്ന് പറയുന്നത്. The obedience might look like forgiving someone. അവൻ ആ അനുസരണം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോട്, നിന്നെ കൈപ്പുള്ള ഒരു വ്യക്തിയോട് ക്ഷമിക്കുന്നതിന് തുല്യമാകാം. Being honest at work. ജോലിയിൽ വിശ്വസ്തനുമായിരിക്കുന്നതിന് തുല്യമാകാം. Or choosing kindness over anger. അവൻ ദേഷ്യത്തിന് പകരം പലപ്പോഴും ഒന്നും പറഞ്ഞിട്ട് ചെയ്യാതെ ദേഷ്യം ആദ്യമെന്ന് ആ ദേഷ്യത്തിന് പകരം അവൻ സ്വന്തം ചെയ്യുന്നു സൗമ്യതയും സ്നേഹവും തെരഞ്ഞെടുക്കുന്ന ആകാം ആ ദൈവത്തോടുള്ള അനുസരണം. This shows true worship's obedience lived out daily. ആമേൻ. അത് യഥാർത്ഥ ആരാധന ഓരോ ദിവസവും ജീവിക്കുന്നതിനെ കാണിക്കുന്നു. നിന്റെ ആരാധന
പള്ളിയിൽ ഞായറാഴ്ച വരുമ്പോൾ മാത്രമല്ല, നിന്റെ ജീവിതത്തില്, നീ നടക്കുന്ന പുറത്ത്, നിന്റെ കുടുംബജീവിതത്തില് അവൻ സ്വന്തം ചെയ്യും, നീ അവൻ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ അനുസരണം, ദൈവത്തോടുള്ള സ്നേഹം കാണിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ കൂടിയാണ്. കോപം വരുമ്പോൾ, ക്ഷോഭം വരുമ്പോൾ ദേഷ്യപ്പെടാതെ അതിന് ഓവറായിട്ട് സ്നേഹം തെരഞ്ഞെടുക്കുന്നതിൽ കൂടി നിന്റെ ആരാധന പുറം ലോകവും മറ്റുള്ളവരും അറിയുവാനിടയാകണം. Could someone read verses 11 to 13? 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമോ? യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കടകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം അകത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവന്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. Here David admits he's overwhelmed by troubles, by sin, by fear. പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദ് തുറന്ന് സമ്മതിക്കുക ദൈവത്തോട്, കർത്താവേ, പരാജയങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവന്റെ ഭയം അവനെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവന്റെ പാപങ്ങൾ അവനെ എത്തിപ്പിടിച്ചിരിക്കുന്നു. വളരെ വലഞ്ഞ തളർന്ന അവസ്ഥയിൽ ദാവീദ് അവന്റെ അവസ്ഥകളെ ദൈവത്തോട് തുറന്നു പറയുകയാണ്. And yet he still runs to God. ഓർക്കണം, ഈ പരാജയങ്ങളുടെ അകൃത്യങ്ങൾ എത്തിപ്പിടിച്ചേക്കാവനെ, പക്ഷെ ഇത് ഈ അവസ്ഥയിലും മാറി ദൈവനെ തള്ളിക്കളയുമെന്ന് പറഞ്ഞ് ഓടിപ്പോകാതെ ആ അവസ്ഥയിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. Faith is not pretending to be strong all the time. വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ബലവാനാണ്, ശക്തനാണ്, വിശ്വാസിയാണ് എപ്പോഴും പ്രിട്ടൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല, അഭിനയിക്കുന്ന ഒരു അവസ്ഥയല്ല അവൻ സ്വന്തം വിശ്വാസം എന്ന് പറയുന്നത്. Faith is bringing our weaknesses to God and saying to Him, Lord, I need you. വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ പരാജയങ്ങളെല്ലാം ഓടി കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട്, കർത്താവേ, എന്റെ ജീവിതമേ അങ്ങേ പരാജയം, അങ്ങയുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ അടുത്ത 7 അയൽവക്കത്തൊന്നും ഞാനില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം എന്റെ പരാജയങ്ങളെല്ലാം നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്റെ പാദപീഠയെ ആശ്രയിക്കുന്നു, നിന്നിൽ ഞാൻ ചാരുന്നു, നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. It shows us faith isn't pretending to be strong. It depends on God when we are weak. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ബലവാനാണെന്ന് കാണിക്കുന്ന ഒരു അവസ്ഥയല്ല. വിശ്വാസം എന്ന് പറയുന്നത് നീ ബലഹീനനാണെന്ന് തോന്നുമ്പോൾ കർത്താവിൽ ചാരുന്നതും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. We live in a world where it tells us to hide our struggles. പ്രിയമുള്ളവർ, ഈ ലോകം നിന്റെ പരാജയം മറ്റുള്ളവർ അറിയരുതെന്ന് നിന്നെ പഠിപ്പിക്കുമ്പോൾ, അതായത് നിന്റെ തോൽവികള് നീ മെസ്സപ്പാകുന്നത് ആരും അറിയരുത് എന്ന് ഈ ലോകം നിന്നെ പഠിപ്പിക്കുമ്പോൾ, നിന്റെ പരാജയങ്ങൾ മറച്ചു വെക്കണമെന്ന് ഈ ലോകം ഇന്നത്തെ സ്റ്റാൻഡേർഡ് നിന്നെ പഠിപ്പിക്കുമ്പോൾ, But hiding only keeps us trapped. അവൻ വചനം പറയുന്ന അങ്ങനെയല്ല. അവൻ ലംഘനം മറച്ചു വെക്കുന്നവൻ എന്തോ വരത്തില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ എന്ത് ചെയ്യും? ഖന കിട്ടും. അതുകൊണ്ട് അവൻ നിന്റെ പരാജയങ്ങൾ മറച്ചു വെക്കുകയല്ല, കൊണ്ടുവന്ന ദിവസങ്ങളിൽ കർത്താവിനോട് ജയിച്ചു പറയണം. David shows it's okay to be real with God because he already knows anyway. ദാവീദ് കൃത്യമായി കാണിക്കുന്ന ഒരു കാര്യം, അവൻ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് തുറന്ന് സമ്മതിക്കുന്നത്. കാരണം നമ്മൾ വന്നിരിക്കുന്ന മനുഷ്യനെ കാണിക്കാനല്ല, ദൈവം ഇവിടെ ഉണ്ടെന്നും 2-3 പേർ കൂടുതലുള്ള മധ്യത്തിൽ നാഥൻ എഴുന്നള്ളി വരുന്നത് വാഗ്ദത്തം നല്ലതായിട്ട് അറിയുന്നതോടും വന്ന് തുറന്ന് ഉള്ള അവസ്ഥ നാഥനോട് ഏറ്റു പറയുമ്പോൾ, ഓൾറെഡി പറഞ്ഞില്ലേ അവൻ അറിയാം എന്റെ അവസ്ഥ. തുറന്നു പറയുമ്പോൾ അവൻ മനുഷ്യനെ നോക്കാതെ, അവൻ മനുഷ്യന്റെ നിന്നെ ഭയപ്പെടാതെ, എന്റെ കുഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തുറന്നു പറഞ്ഞത് സ്വർഗം അത് കണ്ടിട്ട് നിന്നെ ആദരിപ്പാനിടയായിത്തീരും. Psalms 40 verses 16 and 17. ആമേൻ. സങ്കീർത്തനം 40-16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്നെ രക്ഷയിച്ചിരിക്കുന്നവരെ യഹോവ മഹത്വമുള്ളതെന്ന് എപ്പോഴും പറയട്ടെ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. David ends with humility and hope. പ്രിയമുള്ളവരെ, ദാവീദ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് അവൻ താഴ്മയോടുകൂടിയും പ്രത്യാശയോടുകൂടിയുമാണ്. He admits that I am poor and needy. അവൻ സമ്മതിക്കുക, ഞാൻ സാധുവാണ്, ഞാൻ വളരെ ആവശ്യമുള്ളവനാണ്. ഇന്ന് പകൽ എന്റെ ആവശ്യങ്ങൾ മനുഷ്യർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി ആവശ്യങ്ങൾ, മനുഷ്യർക്ക് ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒത്തിരി ആവശ്യങ്ങൾ കൂടി പോകുന്നവനാണ്. തുറന്നു സമ്മതിക്കുകയാണ്. And that's humility. അതാണ് താഴ്മ. ഉള്ളിലെ ആവശ്യങ്ങൾ, പരാജയങ്ങൾ, നെസസിറ്റീസ് തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥ ദൈവസന്നിധിയിൽ. But then he says, അതിനുശേഷം പറയുക, think of me. യഹോവ എന്നെ ഓർക്കുന്നു. And that's hope. അതാണ് പ്രത്യാശ. ഇതൊക്കെയാണ് എന്റെ അവസ്ഥകളില്ല, എന്നെ കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവം. 11:29 പറയുന്ന പോലെ
അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക്. എന്നെ കുറിച്ച് വിചാരിക്കാൻ തോറ്റു തുന്നമ്പാടി കിടക്കുമ്പോൾ പരാജയപ്പെട്ട് ഒരു സ്തുതിയും പറയത്തക്കൊണ്ട് ഒന്നുമില്ലാത്തവനായി ഞാൻ കംപ്ലീറ്റ്ലി ഷാലോ ആയിട്ട് ഡ്രെയിൻഡ് ആയിട്ട് വന്നിരിക്കുമ്പോൾ സകലത്തെക്കാലം പറയാ പ്രത്യാശയോട്, എങ്കിലും എന്റെ ദൈവം എന്നെ കുറിച്ച് വിചാരിക്കുന്നു, എന്നെ കുറിച്ച് അവൻ അറിയുന്നു. എവിടെ എന്റെ ഹൃദയം തളർന്നിരിക്കുമ്പോൾ എന്നെ കുറിച്ച് നല്ലവണ്ണം അവൻ അറിയുന്നു. Could someone read Psalms 34 verses 18? 34 സങ്കീർത്തനം അതിന്റെ 18 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കുമോ? Psalm 34 അതിന്റെ 18 വാക്യം. The Lord is close to the brokenhearted and saves those who are crushed in spirit. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Even when people overlook us, God never forgets us. ഇന്ന് പകൽക്കാലം മനുഷ്യർ നിങ്ങളെ കാണാതെ കണ്ടിട്ട് കാണാതെ പോയെന്ന് വരാം. എന്നാൽ ദൈവം നിന്നെ ഓവർലുക്ക് ചെയ്യാൻ, അവൻ നിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും ദൈവത്തിന് പറ്റില്ല. പ്രിയമുള്ളവരെ, No matter how small we think we are, it never cancels out God's care for us. ഇന്ന് പകൽക്കാലം എത്ര ചെറിയവരാ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും നിങ്ങളെ മറക്കാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ള ദൈവമല്ല. നിങ്ങളെ മറക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ നിസ്സാരരല്ല. നിങ്ങളെ വെളിയേറിയവരായിട്ട് എന്റെ ദൈവം നിങ്ങളെ കാണുകയാണ്. So from this chapter we learn 6 big lessons for life. ഈ 40 സങ്കീർത്തനത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് 6 വലിയ പാഠങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. The first one is waiting builds faith. ഒന്ന്, കാത്തിരിക്കുന്നത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. The second is God becomes our foundation and restores us. ദൈവം നമ്മുടെ അടിസ്ഥാനമായി മാറും. കാത്തിരിക്കുമ്പോൾ അവൻ നമ്മെ വീണ്ടെടുക്കും, നമ്മെ വിടുവിക്കും. Third one is testimony impacts us and also others. സാക്ഷ്യം, ദൈവം വിടുവിച്ച നന്മകളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമ്മെ അനുഗ്രഹിക്കും, അത് കേൾക്കുന്നവരെയും ആശീർവദിപ്പാനിടയായി തീരും. Obedience matters more than ritualistic. ചടങ്ങുകളെക്കാൾ ഉപരി അനുസരണം എപ്പോഴും അവൻ വലിയവർ എന്ന് ഗ്രഹിപ്പാൻ നമ്മെ കൊണ്ട് കഴിയും. And honesty is part of faith. അവൻ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സത്യസന്ധത അഭിനയമല്ല. ദൈവസന്നിധിയിൽ തകർന്ന് അഭിനയിച്ചൊന്നും കാണിക്കാനല്ല. നിന്റെ ഉള്ള അവസ്ഥയിൽ എഴുന്നേറ്റിട്ട് തുറന്ന് സമ്മതിക്കുകയും കർത്താവിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നതാണ് അവൻ കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ വിശ്വാസം. And lastly, humility and hope sustains us. അവൻ ജീവിതത്തിലെ താഴ്മയും പ്രത്യാശയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മെ കൈത്താങ്ങുന്നുവെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. Psalms 40 reminds us that God is our rescuer and sustainer. അവൻ 40 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് തന്നെയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനും വിടുവിക്കുന്നവനും നമ്മെ വീണ്ടെടുക്കുന്നവനും നമ്മെ പഠിപ്പിക്കുന്നു. And our role is to wait on Him. നമ്മുടെ അവൻ സ്വന്തം ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ അവനെ കാത്തിരിക്കാൻ, ധൃതി വെച്ച് പിടയ്ക്കാതെ ഇപ്പൊ ചെയ്യണത്തെ കർത്താവെ നിന്റെ സമയത്ത്, എന്നാൽ ആ സമയത്തേക്ക് ഞാൻ ഒരുങ്ങേണ്ട ഭാഗം എവിടെയെങ്കിലും ഉണ്ടോ, എന്നെ തന്നെ കറക്റ്റ് ചെയ്യേണ്ട ഭാഗം, ഞാൻ അനുസരണത്തിലേക്ക് പൂർണ്ണ അനുസരിലേക്ക് വരേണ്ട ഭാഗം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് അവന്റെ ശബ്ദം കേട്ട് വചനം കേട്ട് നിന്റെ ജീവിതത്തെ കർത്താവിന്റെ സ്റ്റാൻഡേർഡിനോടും കർത്താവിന്റെ ഇഷ്ടത്തോടും കർത്താവിന്റെ അനുസരണത്തോടും നിന്നെ അലൈൻഡ് ആക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ കഴിയും. Obey Him. അവനെ അനുസരിക്കുക, Testify of His goodness. അവന്റെ നന്മകളെ കുറിച്ച് സാക്ഷ്യം പറയുക. And trust that He cares for us because He does. നമ്മെ കുറിച്ച് ദൈവം കരുതുന്നു, മറന്നുപോയിട്ടില്ല എന്ന്, അവൻ എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുക. സത്യമാണ്, അവൻ നമ്മെ മറന്നിട്ടില്ല, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. Amen. ആമേൻ. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.